നമസ്തേ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോട്ടി വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്ലാസ്, ഫെവിബോൺ, ഗ്ലാസ് ലൈനർ, ഗ്ലാസ് പെയിൻറ്റ് ബ്രൗൺ കളർ, ഗ്രീൻ കളർ, മാർബിൾസ് അല്ലെങ്കിൽ കോട്ടി, ഡിസൈൻ. ഇനി ഡിസൈൻ ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ വരച്ചു തുടങ്ങാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ യൂസ് ചെയ്യാം. ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഗ്യാപ്പ് വരികയാണെങ്കിൽ ഗ്ലാസ് പെയിൻറ് ചെയ്യുന്ന സമയത്ത് അത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ട് ചെയ്യാം. ഇനി ഫെവിബോണ്ട് ഗ്ലാസ്സിൽ ആക്കിയിട്ട് കോട്ടി സെറ്റ് ചെയ്ത് തുടങ്ങാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ബ്ലാക്ക് കളർ ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരിക്കും. ഫസ്റ്റ് ലെയർ ചെയ്ത് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത ലെയർ ചെയ്യാം. അല്ലെങ്കിൽ ഗ്യാപ്പ് വരും. ഞാനിവിടെ പെട്ടെന്ന് ചെയ്ത കാരണം കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയറായിട്ടും ചെയ്യാം. ഹാഫ് കോട്ടി വെച്ചിട്ടും ഈ ക്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഗ്ലാസ് പെയിൻറ് ചെയ്യാം. ഗ്ലാസ് പെയിൻറ് ചെയ്യുന്ന സമയത്ത് ബോട്ടിൽ ഷെയ്ക്ക് ചെയ്യാതിരിക്കുക. ബോട്ടിൽ ഷെയ്ക്ക് ആയാൽ കൂടുതലും ബബിൾസ് ആയിരിക്കും വരുന്നത്. അഥവാ ബബിൾസ് വരികയാണെങ്കിൽ അത് പൊട്ടിച്ച് കളയാം. നന്നായിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. ഇനി ബ്രൗൺ കളർ ചെയ്യാം. ഗ്ലാസ് പെയിൻറ് ചെയ്യുന്ന സമയത്ത് ഔട്ട്ലൈൻ നന്നായി ഉണങ്ങിയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യാം. ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം ഫ്രെയിം ചെയ്യുക. ഫ്രെയിം രണ്ട് രീതിയിൽ ചെയ്യാം. ബോക്സ് ഫ്രെയിം ആയിട്ടും ചെയ്യാം, നോർമലായിട്ടും ചെയ്യാം.
താങ്ക് യു.